ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷറഫ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും 4000 വാച്ചിങ് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഞങ്ങൾ പെയ്ഡ് ചെയ്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ 4000 വാച്ചിങ് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഞങ്ങൾ ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും. കാരണം ഒരുപാട് വർക്കുകൾ നമുക്ക് വരുമ്പോൾ അതിൽ ഇങ്ങനെ ചെയ്തവരുടെ വർക്കുകൾ വരാറുണ്ട് ചില സമയത്ത്. നിങ്ങൾ ഇത് ഫ്രീ ആയിട്ട് ആരെങ്കിലും ചെയ്ത് തരികയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആരെങ്കിലും ക്യാഷ് ചെയ്ത് കൊടുത്ത് പെയ്ഡായിട്ട് ചെയ്ത് തരികയാണെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾ ആരും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ പ്രമുഖ പല യൂട്യൂബ് ചാനലുകാരും ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന പലരും ഈ സംഭവം ചെയ്യുന്നവരാണ്. പലരും 4000 വാച്ചിങ് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ചെയ്യുകയും പിന്നീട് അവർ ഇതിൻ്റെ യാതൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. കാരണം അവരെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അവർ വാച്ചിങ് അവർ ഇങ്ങനെ ഇല്ലീഗൽ ഇൻവാലിഡ് ക്ലിക്കായിട്ടൊക്കെ അവർ കയറ്റുന്നതാണ്. അവർക്ക് ഈ മോണിറ്റൈസേഷൻ്റെ കുറച്ച് ക്രൈറ്റീരിയ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വരും അവർക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്നു എന്നുള്ളത്. ഈ പാവപ്പെട്ടവർ വീണ്ടും അവരെ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എൻ്റെ ഈ ചാനൽ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആരും ഇങ്ങനെയൊരു സംഭവം ചെയ്യരുത്. കാരണം ഇത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ എന്ന് മാത്രമല്ല, ഇൻവാലിഡ് ക്ലിക്കാണ്. ഒരേ സൈറ്റുകളിൽ നിന്നും 2-3 ലാപ്ടോപ്പുകൾ വെച്ചിട്ട് നിരന്തരമായിട്ട് വാച്ചിങ് അവർ കൂട്ടിക്കൊടുക്കുന്ന നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കണ്ട് വാച്ചിങ് അവർ ആക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നവർ ആരാണോ അവരിലേക്കാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോകുന്നത്. ഇവർ ഏതോ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ട് നമുക്ക് അവർ നമ്മളെ വാച്ചിങ് അവർ ആക്കി തരാൻ വേണ്ടി കാണുന്നു. ഈ കാണുന്ന ഐഡിയയിലേക്കാണ് നമ്മൾ പിന്നീട് നോട്ടിഫിക്കേഷൻ പോകുന്നത്. ഒന്ന്, ഇനി 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി തരിക എന്നുള്ളത്. 1000 ID ഒരേ ലാപ്ടോപ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഓരോന്ന് എടുത്തിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് നമുക്ക്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഈ ചാനൽ കിട്ടുമ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ പോകുന്നതും റെക്കമെൻഡേഷൻ പോകുന്നതൊക്കെ ഈ ഐഡിയയിലേക്കും ഈ ലാപ്ടോപ്പിലേക്കാണ്. അത് പിന്നീട് ഒരു കാലത്തും തുറക്കപ്പെടുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു കഷ്ടപ്പെടാനും തയ്യാറല്ല, ഒന്നിനും തയ്യാറല്ല. ഞങ്ങൾക്ക് കുറച്ച് ക്യാഷും കയ്യിലുണ്ടാവും, ഞങ്ങൾ ഇത് ചെയ്യാം എന്ന് കരുതിയിട്ട് ഈ കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ കയ്യിലെ വള വിറ്റിട്ട് വരെ പല സ്ത്രീകളും വളയും സ്വർണ്ണങ്ങളൊക്കെ വിറ്റിട്ടൊക്കെ ഇത് ചെയ്തവരുണ്ട്. അല്ല, പലരും മിണ്ടാതിരിക്കുകയാണ്. പല കംപ്ലൈൻറ്റുകളും നമ്മൾ ഇഷ്ടംപോലെ കംപ്ലൈൻറ്റുകളും വരുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. ഇങ്ങനെ 4000 വാച്ചിമാർ ആക്കിത്തരാമെന്ന് പറഞ്ഞു, ആക്കി തന്നു. 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ചാനൽ പോയി. പിന്നെ അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അങ്ങനെ ആക്കുന്നില്ല, ഇങ്ങനെ ആക്കുന്നില്ല എന്നൊക്കെ. ഇപ്പോഴും ഞാൻ പല സ്ഥലത്തും കാണുന്നുണ്ട്. 4000 യൂട്യൂബിൽ തന്നെ നമ്മളോട് വിളിക്കുന്നവരോടൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ ചാനലുകൾ നമ്മുടെ കയ്യിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് തരുന്ന സമയത്ത് ഇൻവാലിഡ് ക്ലിക്ക് ഉള്ള ഒരു ചാനലാണെന്ന് നമുക്കറിയില്ല. ഈ ഒരു വാച്ചിങ് അവർ കൂട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചാനൽ അവർ ഫുൾ പെയ്ഡ് ചെയ്ത് നമ്മൾ വർക്കും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഏകദേശം എൻഡ് ആവുന്ന സമയത്തായിരിക്കും ഒന്നുകിൽ മോണിറ്റൈസേഷൻ ആവാതിരിക്കുക. ചാനൽ ആവാതിരിക്കുമ്പോൾ നമ്മൾ അപ്പോഴായിരിക്കും നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ വീണ്ടും പറയും ഇങ്ങനെ ഞാൻ വേറെ ക്യാഷ് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ദയവ് ചെയ്തിട്ട് ആരും ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. പല പ്രമുഖ ചാനലുകാരും അത് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വീണ്ടും നിങ്ങളെ വിളിച്ചാൽ വീണ്ടും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ ക്യാഷ് കൊടുത്ത് വാച്ചിങ് അവറും ഇതും വാങ്ങിയവർ 2022, 23, 24 കാലഘട്ടത്തിൽ പൈസ വന്നവരുണ്ടോ എന്നും കൂടെ നോക്കുക നിങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള ചാനലൊക്കെ എന്തെന്ന് വെച്ചാൽ അവർ അത്യാവശ്യം കണ്ടൻറ്റുകളൊക്കെ ഈ ക്യാഷ് മുതലാകാൻ വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ കണ്ടൻറ്റുകൾ ഇട്ട് ഡോളേഴ്സ് ഇങ്ങനെ കയറി പോകും. പക്ഷെ ഒരിക്കലും ഇത് ആഡ്സൻസിലേക്ക് ആ ക്യാഷ് പോവില്ല. ആ ക്യാഷ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. പിന്നീട് മോണിറ്റൈസേഷൻ കട്ടാവും. എത്ര ശ്രമിച്ചാൽ പോലും പിന്നെ ആ ഒരു ചാനൽ കൊണ്ട് പിന്നീട് ഒരു ഉപകാരം ഉണ്ടാവാതെ വരും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. പുതിയ നല്ല വീഡിയോസുമായി അല്ലെങ്കിൽ നല്ല ഇൻഫർമേഷനുമായിട്ട് ഞാൻ വരാം. തുടക്കക്കാരോട് മാത്രമായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ, അല്ലെങ്കിൽ പതുക്കെ ആയാലും മതി, നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവറും മതി എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ യൂട്യൂബിൽ നിലനിൽപ്പുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോസുമായി ഞാൻ വരും. അതുവരേക്കും എല്ലാവരോടും ബൈ.